Hello, hi. Good day to you. First of all, welcome to Magic Spoken English. നിങ്ങൾ ഇരിക്കുന്ന ഈ ക്ലാസ് റൂം തന്നെയാണിത്. ഇത് സ്ക്രീനാണ്. മാജിക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ഡെമോ അവതരിപ്പിക്കുകയാണ്. First of all, let me introduce myself. My name is Sadiq. I'm going to be one of your tutors. ഒരു നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം തേടിയുള്ള ഒരു യാത്രയ്ക്കിടയിലാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് സെന്ററുകളുണ്ട്. സ്കൂളിലെയും കോളേജിലെയും പഠനം കഴിഞ്ഞ് തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഓരോ മലയാളിയും അതിനുശേഷം നെറ്റോടത്തിലാണ്. We are just running around to get the best spoken English platform. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തെ പഠനത്തിന് ശേഷം ഒരുപാട് സ്കൂളുകളിലെ ക്ലാസ്സുകളിലൂടെ അത് കഴിഞ്ഞ് കോളേജുകളിൽ ഒരുപാട് വർഷങ്ങളിലൂടെ ഒരുപാട് വിഷയങ്ങളും പഠിച്ചതിന് ശേഷം എന്തുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി നാം നട്ടം തിരിയുന്നു? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും അന്തിമമായ ലക്ഷ്യം to get fluency, to be able to speak beautiful and powerful English without flaws, without struggle, without any stress. പക്ഷേ പലർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? We promise you the best result, the effective results after completing this course. എന്തുകൊണ്ട്? നമ്മൾ ട്രഡീഷണലായ രീതിയിൽ സ്കൂളുകളിലും കോളേജിലും പഠിച്ചതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് പോലെ ഒരു ട്രഡീഷണൽ രീതിയിലല്ല ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. This has been designed in such a way that it gives you the best and quick result. നമ്മൾ വളരെ പുതിയ കുറേ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളികൾ ഏറെ പ്രശസ്തരാണ്, ഏറെ പേര് കേട്ടവരാണ്. We are famous for everything. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് അധികം പരിഗണിക്കേണ്ടി വരുന്നുള്ളൂ. That is about speaking English. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്ന വസ്തുതയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അടുത്തതായിട്ട്. I would like to invite your attention to the fact that why we Malayalis find it very difficult to speak very effective English. അതിനുള്ള ചെറിയ കാരണങ്ങൾ ഒന്ന് പറയാം. ഒന്ന്, we try to understand everything in slangs. സ്ലാങ്ങുകളിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ ഓരോ ജില്ലകളിലും 2-3 സ്ലാങ്ങുകളുണ്ട്. ഓൾ ടുഗദർ നമുക്ക് 40-50 സ്ലാങ്ങുകളുണ്ട്. ഒരു പ്രദേശത്തു നിന്ന് ഇംഗ്ലീഷ് മനസ്സിലാക്കിയ ഒരാൾ അയാളുടെ സ്ലാങ്ങിലാണ്, അയാളുടെ സ്ലാങ്ങിലാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ഓൺ സ്ലാങ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് എൻ്റെ കൂട്ടുകാർക്കിടയിലേക്ക് പോവുകയാണ്. അവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്നു, നീ എവിടെയാണ്? ഞാൻ പറയാം, ഞാൻ വരികയാണെന്ന് പറയുന്നു. ഞാൻ വരികയാണെന്ന് പറയുന്ന വാചകം ഞാൻ ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സ്ലാങ്ങിലോട് ചിന്തിച്ചുകൊണ്ട് തലപ്പ് വെക്കുന്നു. വരികയാണെന്ന് ഇങ്ങനെ പറയാം. ഇത് പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. വരികയാണ്, വരുന്നുണ്ട് എന്നൊക്കെ പറയാം, പല പ്രാദേശികമായ സ്ലാങ് അനുസരിച്ചിട്ട്. ഇങ്ങനെ പല സ്ലാങ്ങുകളിലൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ തലതിരിച്ച് ചിന്തിക്കുന്നു. പക്ഷേ ഇതിന്റെ സ്വാഭാവികമായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ ഐ ആം കമ്മിങ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ഇത്രയും സിമ്പിളായ കാര്യങ്ങൾ പോലും നമ്മൾ വളഞ്ഞു ചിന്തിക്കുന്നു, കാരണം സ്ലാങ്ങുകൾ ഉള്ളതുകൊണ്ട്. ഈ സ്ലാങ്ങുകളുടെ പ്രശ്നം 100% തീർക്കുന്ന രീതിയിലാണ് ഒരു ഫോർമാറ്റ്സിലൂടെ ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വിൽ ബി കംപ്ലീറ്റ്ലി സോൾവിംഗ് ദിസ് പ്രോബ്ലം ത്രൂ ദിസ് കോഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതായി നമുക്കൊക്കെ ഉള്ളൊരു ശീലമാണ്, നമുക്ക് എല്ലാം ആദ്യം പഠിക്കാം. We will learn everything first. For the first 3 months we will be learning English and after the 4th month we will start speaking. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. കാരണം എല്ലാം പഠിച്ച് സംസാരിക്കുക എന്നല്ല, നമ്മൾ കുറച്ച് പഠിക്കുന്നു, പിന്നെ കുറച്ച് സംസാരിക്കുന്നു, കുറച്ച് പഠിക്കുന്നു, പിന്നെയും കുറച്ച് സംസാരിക്കുന്നു, കുറച്ച് കൂടുതൽ പഠിക്കുന്നു, കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു. You learn a little and you speak a little. Then you learn a little more and you speak a little more. നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഫിയർ ഓഫ് മിസ്റ്റേക്സ്. മൂന്നാമതായി എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഫിയർ ഓഫ് മിസ്റ്റേക്സ്, തെറ്റ് വരുന്നതിനെ കുറിച്ചുള്ള ഭയം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. വിതൗട്ട് മേക്കിംഗ് മിസ്റ്റേക്സ് യു കനോട്ട് ലേൺ എ ന്യൂ സ്കിൽ. പുതിയ സ്കില്ല് പഠിക്കുന്ന ഏതൊരാൾക്കും തെറ്റ് വരുത്തിയേ മതിയാവും. തെറ്റ് വരുത്താതെ നമുക്കൊരു പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കാൻ സാധ്യമല്ല. യു കനോട്ട് ലേൺ എ ന്യൂ സ്കിൽ വിതൗട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്ക്. സോ യു ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. നമുക്കിവിടെ യു ആർ ഫ്രീ ടു മേക്ക് മിസ്റ്റേക്ക്. നമുക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ തെറ്റുകൾ വരുത്താം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാജുവലി മിസ്റ്റേക്കുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. മിസ്റ്റേക്കുകൾ തിരുത്താനും പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവാനും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കാം, കാരണം നമ്മൾ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ലാക്ക് ഓഫ് എൻവിറോൺമെന്റ്, സംസാരിക്കാനുള്ള സാഹചര്യമില്ലാതിരിക്കുക, അതാണൊരു പ്രശ്നം. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോ നമ്മൾ താമസിക്കുമ്പോൾ വളരെ നാച്ചുറലായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ്, സാഹചര്യം കൂടുതലാണ് നമുക്ക്. പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസുമായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നമുക്ക് അതിനുള്ള വിവിധ പ്രാക്ടീസുകളുണ്ട്. കൂടാതെ
നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള സമയങ്ങളിൽ എല്ലാ സ്റ്റുഡൻസുമായിട്ടും 100 കണക്കിനുള്ള ഞങ്ങളുടെ സ്റ്റുഡൻസുമായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഡെയിലി 24 hours പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നിങ്ങളും അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു എൻവിറോൺമെന്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫോർ ബെറ്റർ ആൻഡ് ക്വിക്കർ റിസൾട്ട്സ്. ലാക്ക് ഓഫ് വൊക്കാബുലറി. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് വാക്കുകൾ അറിയാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാളെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും ബൈ ദ ടൈം യു വേക്ക് അപ്പ് ഫ്രം സ്ലീപ് ടുമോറോ മോർണിംഗ് ഇഫ് യു ഗെറ്റ് എ സ്പെഷ്യൽ പവർ ടു മെമ്മറൈസ് 100,000 ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്, 1,00,000 വാക്കുകൾ നിങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ശക്തി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ will you be able to speak English from tomorrow? No. You won't be able to speak English. അതിനർത്ഥം വാക്കുകളല്ല നമുക്ക് ആദ്യം വേണ്ടത്. വാക്കുകളുടെ ആധിക്യമല്ല നമ്മുടെ പ്രശ്നം. ഏതൊരു ഭാഷയും 300-400 വാക്കുകൾ കൊണ്ട് നമുക്ക് നന്നായിട്ട് സംസാരിച്ചു തുടങ്ങാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറുന്നു എന്നതിന്റെ വാക്യങ്ങൾ, സെന്റൻസുകൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറുന്നു എന്നതിന്റെ അടിസ്ഥാനമായ ഒരു അറിവ് നമുക്കുണ്ടാവണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വാക്കുകൾ തൊട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ബോംബെയിലും അതുപോലെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഒക്കെ പോയി 5-6 മാസം ജോലി ചെയ്ത് തിരിച്ചു വന്ന് വളരെ ഭംഗിയായി ഹിന്ദി സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അവരുടെ ചോദിച്ചു നോക്കിയാൽ അറിയാം, അവർക്ക് 200-300 വാക്കുകളുടെ അർത്ഥം പോലും ശരിക്കും അറിയുന്നുണ്ടാവില്ല. ഉള്ള വാക്കുകൾ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതിനർത്ഥം കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ സംസാരിക്കാം. വളരെ നന്നായി അതുപോലെ വളരെ കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല വാക്കുകൾ ആവശ്യമുണ്ട്. പക്ഷെ അത് തുടക്കത്തിലല്ല, പിന്നീടാണ്. എല്ലാം മനസ്സിലായതിനു ശേഷം ആണ് അതിന്റെ ആവശ്യമുള്ളത്. അതിനുവേണ്ടി ആ സമയത്ത് നമുക്ക് പ്രത്യേക വെക്കാബുലറി മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സിറ്റുവേഷൻ ബൈ സിറ്റുവേഷൻ. ഉദാഹരണത്തിന് ഒരു ടൗണിനെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ട, നിങ്ങൾ പങ്കെടുത്തൊരു പാർട്ടിയെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ട വാക്കുകൾ, അതിനനുസരിച്ച് ഫ്രേസുകൾ 2ാം ഘട്ടത്തിലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ vocabulary is not going to be a headache. A language is simply the repetition of the dialogues and statements. സ്റ്റേറ്റ്മെന്റ്സിന്റെയും ഡയലോഗുകളുടെയും ഓൺലി റിപ്പീറ്റേഷൻ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ വിശക്കുന്നു, ഐ ഫീൽ ഹംഗ്രി എന്ന് നമുക്ക് പറയാൻ അറിയാം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഐ ഫീൽ ഹംഗ്രി എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഐ ഫീലിംഗ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ഹംഗ്രി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ once you are clear about the ideas, പിന്നെ ഇറ്റ് ഇസ് ഓൺലി ദ റിപ്പീറ്റേഷൻ. നിങ്ങൾക്ക് ഇത് ഇന്ന് പറയേണ്ടി വരും, നാളെ പറയേണ്ടി വരും, അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പല പ്രാവശ്യം പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് നമ്മൾ നാളെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇന്നും നാളെയും റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് കുറെ ദിവസങ്ങളായി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ ഒരു 1000, 2000, 2500 വാക്യങ്ങളിൽ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇറ്റ്സ് ഓൺലി ദ റിപ്പീറ്റേഷൻ ആഫ്റ്റർ വേർഡ്സ്. അതിനു മുമ്പ് ആ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആവണം എന്ന് മാത്രമാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡയലോഗുകൾ, സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകളുടെ അവസ്ഥ വളരെ 100% ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ഹാബിറ്റ്. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് മലയാളികൾക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാവും? കോളേജുകളിലും PG ലെവലും ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞ ആൾക്ക് പോലും ഇംഗ്ലീഷ് കടുകട്ടിയായി അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിയർ ഈസ് ദ പ്രോബ്ലം. ഇവിടെയാണ് പ്രശ്നമുള്ളത്. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഇവിടേക്ക് ഒന്ന് കൊടുക്കുക. നമുക്ക് മലയാളികൾക്ക് പുത്തരിയിൽ കല്ലുകടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ. കാരണം ഇംഗ്ലീഷിൽ എല്ലാം വരുന്നത് തുടക്കത്തിലാണ്. അതായത് ഡു, ഡിഡ്, ഡസ്, ഹാസ്, ഹാസ് ബീൻ എല്ലാ ഫോർമാറ്റ്സും വരുന്നത് ആദ്യത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത്. തുടക്കമാണ് നമ്മുടെ ബുദ്ധിമുട്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഈ സ്ലൈഡിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ലെറ്റ് മീ ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു ദ സ്ലൈഡ് ഹിയർ. ഇവിടെ ഞാൻ എയർപോർട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ആദ്യത്തെ നോക്കുക. ഐ ഗോ ടു ദ എയർപോർട്ട് യൂഷ്വലി ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. എന്റെ സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ എയർപോർട്ടിലേക്ക് പോകാറുണ്ട് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പോകാറുണ്ട്, ഐ ഗോ. ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞു ഞാൻ പോകാറില്ല. ഐ ഡോണ്ട് ഗോ ടു ദ എയർപോർട്ട് യൂഷ്വലി ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. പിന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ദ എയർപോർട്ട് നൗ ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. ഇനി പോവുക അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഐ ആം നോട്ട് ഗോയിങ് ടു ദ എയർപോർട്ട് നൗ ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. ഇനി ഞാൻ പറയുന്നു, ഇന്നലെ സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയി കാറിലൂടെ. ഐ വെന്റ് ടു ദ എയർപോർട്ട് യെസ്റ്റർഡേ ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. പിന്നെ ഞാൻ പറയുന്നു ഞാൻ പോയില്ല. ഐ ഡിഡ്ന്റ് ഗോ ടു ദ എയർപോർട്ട് യെസ്റ്റർഡേ ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. പിന്നെ ഞാൻ പറയുന്നു ഐ വിൽ ഗോ ടു ദ എയർപോർട്ട് ടുമോറോ ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. എന്റെ കാറിലൂടെ ഞാൻ നാളെ പിക്ക് ചെയ്യാൻ പോകുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ പോകില്ല എന്ന് പറയുന്നു. ഐ വിൽ നോട്ട് ഗോ ടു ദ എയർപോർട്ട്. വാട്ട് ആം ഐ ട്രൈങ് ടു ടെൽ യു ഹിയർ? ശ്രദ്ധിക്കുക, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ മാറിയിരിക്കുന്നത് ആ വരച്ചു വെച്ചിരിക്കുന്ന തുടക്കത്തിലെ ഭാഗം മാത്രമാണ്. ഐ ഗോ, ഐ ഡോണ്ട് ഗോ, ഐ എം ഗോയിങ്, ഐ എം നോട്ട് ഗോയിങ്, ഐ വെന്റ്, ഐ ഡിഡ്ന്റ് ഗോ, ഐ വിൽ നോട്ട് ഗോ, ഐ വിൽ ഗോ. അതിനുശേഷം വരുന്നതെല്ലാം നോക്കുക. ടു ദ എയർപോർട്ട് to pick up my friends by my car, to the airport usually to pick up my friends by my car, to the airport
yesterday to pick up my friends by my car, to the airport tomorrow to pick up my friends by my car. ഇനിയും അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നോക്കൂ, നീ എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോൺ ടു ദ എയർപോർട്ട് ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഐ ഹാവ് ഗോൺ ടു ദ എയർപോർട്ട്. ഇനി എനിക്ക് പോകാൻ പറ്റും, എൻ്റെ കയ്യിൽ കാറുണ്ട്, എനിക്ക് സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കാറുമായി എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഗോ ടു ദ എയർപോർട്ട് ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ. നിനക്കൊന്ന് പോയി പിക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഗോ ടു ദ എയർപോർട്ട്? ഇനി നീ പോകണം, യു ഷുഡ് ഗോ ടു ദ എയർപോർട്ട്. ഞാൻ പോകണോ? ഷുഡ് ഐ ഗോ ടു ദ എയർപോർട്ട്? നോക്ക്, ഇവിടെയൊക്കെ മാറിയിരിക്കുന്ന തുടക്കത്തിൽ മാത്രമാണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ അവിടെ പെർമനന്റ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻസ് മാറുന്നതനുസരിച്ചിട്ട് മാറുന്നില്ല. ടു ദ എയർപോർട്ട് ടു പിക്ക് അപ്പ് മൈ ഫ്രണ്ട്സ് ബൈ മൈ കാർ, ടു ദ എയർപോർട്ട് നൗ, ടുമോറോ, യെസ്റ്റർഡേ, യൂഷ്വലി ഒക്കെ മാറുന്നല്ലാതെ ബാക്കിയൊന്നും മാറുന്നില്ല. അതിനർത്ഥം ഈ തുടക്കത്തിലാണ് നമ്മുടെ കുടുക്കുള്ളത്, തുടക്കത്തിലാണ് നമ്മുടെ കടുകെട്ടി ഭാഗമുള്ളത്. ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒരാൾക്കും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ശങ്ക പോലും എവിടെയെങ്കിലും ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് യുവർ ഫ്ലുവൻസി ഫോർ ഷുവർ. അപ്പോ ഒരു ചോദ്യം, ഈ തുടക്കം ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ, ഈ തുടക്കം മാത്രം 100% നമുക്ക് മനസ്സിലായാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമല്ലേ? യെസ്, ഈ തുടക്കം മനസ്സിലായാൽ 60 to 70% ഓഫ് ദ ഡിഫിക്കൽട്ടി ഇൻ ഇംഗ്ലീഷ് ഈസ് ഗോയിങ് ടു ബി റിമൂവ്ഡ് ഫ്രം യുവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് ആദ്യത്തെ തുടക്കം തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് 100% നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്രയും വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതിയിലാണ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ യു വിൽ ബി ട്രമൻഡസ്ലി കോൺഫിഡൻറ്റ്. So with that confidence, it will take you to the next level of speaking English. അപ്പോൾ ആ രീതിയിൽ വളരെ വണ്ടർഫുൾ ആയിട്ടാണ് നമ്മൾ കോഴ്സ് തയ്യാറായിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്ര എളുപ്പത്തിൽ ഈ ഫോർമാറ്റുകൾ പഠിക്കാൻ പറ്റുമോ? ഇത് വെറുതെ പറച്ചിൽ മാത്രമാണോ? ഒരു ഡെമോയിൽ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണോ? അല്ല എന്ന് തെളിയിക്കുന്നതാണ് അടുത്ത ഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞു, എനി ലാംഗ്വേജ് ഈസ് സിംപ്ലി ദ റിപ്പീറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഡയലോഗ്സ്. സ്റ്റേറ്റ്മെന്റ്സിന്റെയും ഡയലോഗ്സിന്റെയും റിപ്പീറ്റേഷൻ മാത്രമാണ്. ഫോർമാറ്റുകൾ ഇങ്ങനെ മാറി മാറി ആവർത്തിച്ച് പറയുന്നതാണ്. ഇത് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ആദ്യത്തെ നമ്മുടെ ദൗത്യം. ഇതെങ്ങനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും? മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തതയോട് സംസാരിച്ചു തുടങ്ങും എന്നതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇവിടെ ടെൻസ് ഇല്ല, ഗ്രാമർ ഇല്ല. പക്ഷെ നമ്മൾ അറിയാതെ ഗ്രാമറും ടെൻസും ഓട്ടോമാറ്റിക്കായി പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഫോർമാറ്റുകൾ പറയാൻ, കാര്യങ്ങൾ പറയാൻ 3 കാലം, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് മാത്രം ആദ്യം മനസ്സിലാക്കുക. ബാക്കിയുള്ള ഡീറ്റെയിലുള്ള ഗ്രാമർ നമുക്ക് ആവശ്യമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഓരോ കാലത്തിലും 4 ഫോർമാറ്റിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോ കാലത്തിലും പ്രസന്റിൽ 4 ഫോർമാറ്റിൽ കാര്യങ്ങൾ പറയാം, പാസ്റ്റിൽ 4 ഫോർമാറ്റിൽ കാര്യങ്ങൾ പറയാം, അതുപോലെ ഫ്യൂച്ചറിൽ 4 ഫോർമാറ്റിൽ കാര്യങ്ങൾ പറയാം. ഈ ഫോർമാറ്റ് മാത്രം പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റ് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ടെക്നിക്കാണ്. ആദ്യത്തെ ഒരു ഫോർമാറ്റ് മാത്രം നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ പ്രസന്റ് വിഭാഗത്തിലെ 4 ഫോർമാറ്റുകളിൽ ആദ്യത്തെ ഒരു ഫോർമാറ്റ് എങ്ങനെ പറയാം എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. നാം ടെൻസുകളെ ഫോർമാറ്റുകളായി ലഘൂകരിച്ച് പഠിക്കുന്നു. എല്ലാ ഭാഷയിലും മുഖ്യമായി നമ്മൾ 3 കാലങ്ങളിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് വർത്തമാനകാലം, പ്രസന്റ് എന്ന് പറയാം. രണ്ടാമത്തത് ഭൂതകാലം, ചെയ്തു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്നർത്ഥമുള്ള കാലം, അതാണ് പാസ്റ്റ്. ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവി കാലം അഥവാ ഫ്യൂച്ചർ. ഇങ്ങനെ മുഖ്യമായും 3 കാലങ്ങളായി നാം ഇതിനാദ്യം തരംതിരിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ ഓരോ കാലത്തിലും 4 ഫോർമാറ്റിൽ കാര്യങ്ങൾ പറയാം. ഞാൻ ആവർത്തിക്കുന്നു, ഇംഗ്ലീഷിൽ ഈ 3 കാലത്തിലും 4 തരത്തിൽ, അതായത് 4 ഫോർമാറ്റിൽ കാര്യങ്ങൾ പറയാം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഇംഗ്ലീഷിലെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതായത് വർത്തമാനം, ഭൂതം, അതുപോലെ ഭാവി, ഈ 3 കാലങ്ങളിലെയും ഓരോന്നിലും 4 ഫോർമാറ്റിൽ, അതായത് 4 തരത്തിൽ കാര്യങ്ങൾ പറയാം. ആദ്യത്തേത് പ്രസന്റ്, അതായത് വർത്തമാനകാലം എടുത്താൽ ഈ പ്രസന്റിൽ 4 തരത്തിൽ പറയാം. ഈ പ്രസന്റിലെ, അതായത് വർത്തമാന വിഭാഗത്തിലെ ഒന്നാമത്തെ മലയാളത്തിലെ ധ്വനി ഞാൻ ചെയ്യുന്നു, ചെയ്യാറുണ്ട്. ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന ധ്വനിയിൽ, അതായത് ഞാൻ സാധാരണയായി ചെയ്യുന്നു അഥവാ ചെയ്യാറുണ്ട് എന്ന ധ്വനിയാണ് ആദ്യത്തെ ഫോർമാറ്റ്. അതായത് ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്, ഞാൻ പുകവലിക്കാറുണ്ട്, ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു, അതായത് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ഇതാണ് ആദ്യത്തെ ഒരു ഫോർമാറ്റ്. നാം ഇപ്പോൾ ഇവിടെ ഉദാഹരണമായി കണ്ട റൈറ്റ്, എഴുതുക എന്ന പദം ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പ്രസന്റ് രൂപം ഞാൻ സാധാരണയായി എഴുതുന്നു അഥവാ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു, എഴുതാറുണ്ട് എന്നതാണ് പ്രസന്റിലെ ആദ്യ രൂപം. ഇത് എങ്ങനെ പറയാം? ഒരു പദം ഉപയോഗിച്ച് ഈ വർത്തമാനകാലത്തിലെ ആദ്യ ഫോർമാറ്റ് എങ്ങനെ ഉണ്ടാക്കാം? പ്രസന്റ് ടെൻസിലെ ആദ്യത്തെ ഫോർമാറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു കാണാം. ആക്ഷൻ പദങ്ങളുടെ ആദ്യ രൂപം, ആദ്യം കിട്ടുന്ന രൂപം, അതായത് മൂലരൂപം അതേപോലെ ഉപയോഗിച്ചാൽ ഞാൻ ചെയ്യുന്നു, ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ സബ്ജക്ട്സിന്റെ കൂടെ ഈ ആദ്യത്തെ പദം അതേപോലെ ഉപയോഗിച്ചാൽ ആ കാര്യം ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന ധ്വനി വന്നു. റൈറ്റ്, എഴുതുക, ആദ്യ രൂപം. ഇനി ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട് എന്ന് പറയാൻ ഐ റൈറ്റ്, തീർന്നു, അത്രയേ ഉള്ളൂ.
ഇനി ഞാൻ കവിത എഴുതാറുണ്ട് എന്ന് പറയാൻ ഐ റൈറ്റ് പോയം. ഞങ്ങൾ കവിത എഴുതാറുണ്ട് എന്ന് പറയാൻ വി റൈറ്റ് പോയം. പ്ലേ കളിക്കുക. ഇനി ഞാൻ കളിക്കാറുണ്ട്, ഞാൻ കളിക്കുന്നു, സാധാരണയായി കളിക്കുന്നു, കളിക്കാറുണ്ട് എന്ന് പറയാൻ ഐ പ്ലേ. ഞങ്ങൾ കളിക്കുന്നു, ഞങ്ങൾ കളിക്കാറുണ്ട് എന്ന് പറയാൻ വി പ്ലേ. നീ കവിത എഴുതാറുണ്ട്, യു റൈറ്റ് പോയം. നിങ്ങൾ കവിതകൾ എഴുതാറുണ്ട്, യു റൈറ്റ് പോയം. അവർ കവിത എഴുതാറുണ്ട്, ദേ റൈറ്റ് പോയം. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇതാണ് ആദ്യത്തെ ഫോർമാറ്റ്. ഒരു പദത്തിന്റെ ആദ്യ രൂപം, ബേസിക് രൂപം എടുത്ത് സബ്ജക്റ്റിനെ പോലെ അതേ ഉപയോഗിച്ച് ഐ ഗോ, ഞാൻ പോവാറുണ്ട്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ, ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്, ഐ ഗോ ടു ഓഫീസ് എവരി ഡേ. ഇങ്ങനെ ഐ ഗോ, ഐ ഡ്രിങ്ക്, ഐ ഡ്രൈവ്, ഐ വേക്ക് അപ്പ്, ഐ സ്പീക്ക്, ഐ ലൈക്ക്. ജസ്റ്റ് സിംപ്ലി ആ ബേസിക് ഫോം അതേപോലെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഉദാഹരണത്തിന് ഞാൻ ഓഫീസിൽ പോവാറുണ്ട്, ഐ ഗോ ടു ഓഫീസ്. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്, ഐ ഡ്രിങ്ക് വാട്ടർ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു, ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. വേക്കപ്പ് അതേപോലെ ഉപയോഗിക്കുന്നു, ഗോ, ഡ്രിങ്ക് അതേപോലെ ഉപയോഗിക്കുന്നു. ഐ എൻ ജി ആവശ്യമില്ല, ഈസ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഐ ഗോ, ഐ ആം വേണ്ട, ഈസ് വേണ്ട, ദേ ആർ വേണ്ട, ജസ്റ്റ് ദേ ഗോ, വി പ്ലേ, ദേ വർക്ക്, വി വേക്കപ്പ്, വി ഗോ. ഇതാണ് ഒരു ഫോർമാറ്റ്. ഇനി ഇതിന് നെഗറ്റീവാണ്. ഈ ഒരു ഫോർമാറ്റിന്, ഈ ഫസ്റ്റത്തെ ഫോർമാറ്റ് ധ്വനി കൊടുക്കുന്ന ബാക്കിലുള്ള ടോൺ ആണ് ഡു. ഡു ആണ് ഇതിന്റെ ബാക്ക് ബോൺ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാറില്ല എന്ന് പറയുന്നത്. ഈ ഡു പുറത്തു വരുന്നു, അതിന്റെ കൂടെ നോട്ട് ചേർക്കുന്നു, ഡു നോട്ട്. ഇതിന് നെഗറ്റീവ് ചെയ്യാറില്ല അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയാം. അതിലേക്കാണ് പോകുന്നത്. ഇത് എങ്ങനെയാണ് നെഗറ്റീവിൽ പറയുന്നത്? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ ഫോർമാറ്റിന് ധ്വനി കൊടുക്കുന്ന, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന് ധ്വനി കൊടുക്കുന്ന ഒരു പദമാണ് ഡു അല്ലെങ്കിൽ ഡസ്. ഇത് പോസിറ്റീവ് പറയുമ്പോൾ നാം ഉപയോഗിക്കാറില്ല. നെഗറ്റീവ് പറയുമ്പോഴും ക്വസ്റ്റ്യൻ ആയി ചോദിക്കുമ്പോഴും, ചോദ്യമായി ചോദിക്കുമ്പോഴുമാണ് ഇത് പുറത്തു വരുന്നത്. ഈ ഫോർമാറ്റിൻ്റെ, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന ധ്വനിയുള്ള ഈ ഫോർമാറ്റിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന ധ്വനി കൊടുക്കുന്ന പദമാണ് ഡു അല്ലെങ്കിൽ ഡസ്. ഡു എന്ന സാധാരണ അർത്ഥത്തിൽ ചെയ്യുക എന്നാണ് അർത്ഥം. പക്ഷെ അത് സഹായക ക്രിയയായിട്ട് ധ്വനി കൊടുക്കുന്നതായിട്ട് ഈ ഫോർമാറ്റിന് ഉപയോഗിക്കുന്നു. ഇനി ഈ കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ ഡു നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ഡു നോട്ട്. ഐ റൈറ്റ് പോയം. ഞാൻ കവിത എഴുതാറുണ്ട്. ഇനി എഴുതാറില്ലെന്ന് പറയാൻ ഐ ഡു നോട്ട് റൈറ്റ് പോയം. ഞാൻ കവിത എഴുതുന്നില്ല, എഴുതാറില്ല. യു റൈറ്റ് പോയം. നീ കവിത എഴുതാറുണ്ട്. ഇനി നീ എഴുതാറില്ലെന്ന് പറയാൻ ഡു എന്ന് പറയുന്ന ആ സഹായക ക്രിയ അല്ലെങ്കിൽ ആ ധ്വനി കൊടുക്കുന്ന പദം പുറത്തു വരുന്നു. യു ഡു നോട്ട് റൈറ്റ് പോയം. നീ കവിത എഴുതാറില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഡു നോട്ട് ഷോർട്ടാക്കിയിട്ട് ഡോണ്ട് എന്ന് പറയാം. യു ഡോണ്ട് റൈറ്റ് പോയം. നീ കവിത എഴുതാറില്ല. ഡു നോട്ട് എന്നതിന്റെ ഷോർട്ടാണ് ഡോണ്ട്. ഇനി എന്താണ് ഡൺ? അപ്പോൾ ഇതിന്റെ ഡോണ്ട് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡോണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഐ ഗോ, ഞാൻ പോവാറുണ്ട്. ഐ ഡു നോട്ട് ഗോ, ഞാൻ പോവാറില്ല. ഐ വേക്ക് അപ്പ്, ഞാൻ എഴുന്നേൽക്കാറുണ്ട്. ഇനി ഐ ഡു നോട്ട് വേക്ക് അപ്പ്, ഞാൻ എഴുന്നേൽക്കാറില്ല. ദേ പ്ലേ, അവർ കളിക്കാറുണ്ട്. ദേ ഡു നോട്ട് പ്ലേ, അവർ കളിക്കാറില്ല. ഡു നോട്ട് ഷോർട്ട് ആക്കിയിട്ട് ഡോണ്ട് എന്ന് പറയാം. ദേ ഡോണ്ട് പ്ലേ, ദേ ഡോണ്ട് വേക്ക് അപ്പ്, ദേ ഡോണ്ട് വർക്ക്, ഐ ഡോണ്ട് ഗോ ടു ഓഫീസ്, ഐ ഡോണ്ട് ഡ്രൈവ്, വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഡോണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജോണിന്റെ ഉദാഹരണത്തിലേക്ക് പോകാം. ജോൺ എന്ന് പറയുന്ന കുട്ടിയാണ് ഞാൻ ജോൺ ആണ് തൽക്കാലത്തെ എക്സാമ്പിൾ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെ വാഷ്റൂമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോവാറുണ്ട്, പിന്നെ 7:30 മണിയോടുകൂടി മോർണിംഗ് റൂട്ടീൻസ് ഫിനിഷ് ചെയ്യുന്നു, പിന്നെ ഞാൻ ചായ കുടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ ഫോർമാറ്റിൽ പറയുകയാണ്. ഐ ഗോ, ഐ വേക്ക് അപ്പ്, ദെൻ ഐ ഗോ, ഐ ഡ്രിങ്ക്, ഐ ഫിനിഷ് എന്ന രീതിയിൽ അതേ ഫോർമാറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. ശ്രദ്ധിക്കുക. ഞാൻ ജോൺ ആണ് എന്ന രീതിയിൽ ജോൺ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജോൺ ആണ്, ഞാൻ ഇന്നുന്ന കാര്യങ്ങൾ ദിനേന ചെയ്യാറുണ്ട് എന്ന ധ്വനിയിൽ പറയുന്നത് നമുക്ക് കാണാം. ഐ ആം ജോൺ, ഐ ആം എ സ്മാർട്ട് ബോയ്, ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock every day, then I go to washroom, I finish my morning routines by 7:30. After that, I drink a cup of coffee, I go to school at 8 o'clock, I come back from school at 3 o'clock in the evening. After eating something, I go to play cricket. ഇവിടെ ഞാൻ ജോൺ ആണ്. അടുത്തതായി ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്നു. ഐ ഡോണ്ട്. ഐ എം ജോൺ, ഐ എം എ സ്മാർട്ട് ബോയ്, ഐ ഡോണ്ട് വേക്ക് അപ്പ് അറ്റ് 7 o'clock in the morning. ഡോണ്ട് ഫിറ്റ് ചെയ്യുന്ന ഇടയിൽ ഐ ഡോണ്ട് വേക്ക് അപ്പ്. ഐ ഗോ ടു വാഷ്റൂം, ഐ ഡോണ്ട് ഗോ ടു വാഷ്റൂം. ഐ ഫിനിഷ് മൈ മോർണിംഗ് റൂട്ടീൻസ്, ഐ ഡോണ്ട് ഫിനിഷ് മൈ മോർണിംഗ് റൂട്ടീൻസ് ബൈ 7:30. ഐ ഡ്രിങ്ക് കപ്പ് ഓഫ് കോഫി, ഐ ഡോണ്ട് ഡ്രിങ്ക്. ഞാൻ കുടിക്കാറില്ല. അതും കൂടി ഒന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് പറയാം, ഞാൻ ജോൺ ആണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ കാര്യങ്ങൾ തന്നെ പറയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാറില്ല എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്, ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ എഴുന്നേൽക്കാറില്ല. ഐ ഡോണ്ട് വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഓക്കെ.
നിങ്ങൾ അവിടെ ഇരുന്ന് മനസ്സിൽ പറയുക. ഈ വീഡിയോയുടെ ഞാൻ പറയുന്നതിൻ്റെ ഗ്യാപ്പ് തരുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കുക. സാമ്പിളാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock എവറി മോർണിംഗ്, അല്ലെങ്കിൽ എവറി ഡേ. ഐ ഡോണ്ട് വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഓക്കെ, ഐ എം ജോൺ, ഐ എം എ സ്മാർട്ട് ബോയ്. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock എവറി ഡേ. ആൻഡ് യു? I don't wake up at 7 o'clock. Okay. Then I go to washroom. And you? You don't go to washroom. Okay. I finish my morning routines by 7:30. And what about you? I don't finish my morning routines by 7:30. After that, I drink a cup of coffee. And you? I don't drink a cup of coffee. This is how it is. Okay. I go, I don't go. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാറുണ്ടോ? യു വേക്ക് അപ്പ് എന്നുള്ള ആ ഫോർമാറ്റ് ഞാൻ ആദ്യം ഡു ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കാറുണ്ടോ? ഡു യു വേക്ക് അപ്പ് അറ്റ് 7 o'clock എവറി ഡേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരം യെസ്, ഐ വേക്ക് അപ്പ് എന്നായിരിക്കണം. ഓക്കെ, വൺസ് അഗൈൻ. ഐ എം ജോൺ, ഐ എം എ സ്മാർട്ട് ബോയ്. ഐ വേക്ക്. ഓക്കെ, ചോദിക്കുകയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാറുണ്ടോ? പിന്നെ വാഷ്റൂമിലേക്ക് പോകാറുണ്ടോ? 7:30 മണിയോടുകൂടി മോർണിംഗ് റൂട്ടീൻസ് ഫിനിഷ് ചെയ്യാറുണ്ടോ? അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാറുണ്ടോ എന്ന ചോദ്യം ചോദിക്കാം. ഡു യു വേക്ക് അപ്പ് അറ്റ് 7 o'clock എവറി ഡേ? യെസ്. ആൻസർ യെസ്, ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock എവറി ഡേ. ഓക്കെ. ദെൻ ഡു യു ഗോ ടു വാഷ്റൂം? യെസ്, ഐ ഗോ ടു വാഷ്റൂം. ഡു യു ഫിനിഷ് യുവർ മോർണിംഗ് റൂട്ടീൻസ് ബൈ 7:30? Yes, I finish my morning routines by 7:30. After that, do you drink a cup of coffee? Yes, I drink a cup of coffee. Do you go to school at 8 o'clock? Yes, I go to school at 8 o'clock. അപ്പോൾ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. യു ഗോ, യു ഡോണ്ട് ഗോ, ഡു യു ഗോ. ഇനി നിങ്ങൾ എപ്പോൾ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വെൻ ഡു യു ഗോ? യു ഗോ, വെൻ ഡു യു ഗോ? നീ എവിടെ പോകുന്നു? യു ഗോ, അതായത് നീ എവിടെ പോവാറുണ്ട്? യു ഗോ, വേർ ഡു യു ഗോ? ഡു ഉപയോഗിച്ചാണ് പറയാം. വേർ ഡു യു ഗോ? നീ എന്ത് കുടിക്കുന്നു രാവിലെ? യു ഡ്രിങ്ക്. നീ കുടിക്കുന്നതിന് ചോദ്യമാക്കി മാറ്റുന്നു. വാട്ട് ഡു യു ഡ്രിങ്ക് ഇൻ ദ മോർണിംഗ്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റ് 100% മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന് ഐ ഗോ, ഐ ഡോണ്ട് ഗോ, യു ഗോ, ഡു യു ഗോ, വേർ ഡു യു ഗോ. ഈ ഡുന്റെ ഉപയോഗം വരുന്നത് ഇവിടെ മാത്രമാണ് ഇംഗ്ലീഷ്. വേറെ എവിടെയും ഡുവിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇതൊരു ഫോർമാറ്റാണ്. ഐ ഗോ, ഐ ഡോണ്ട് ഗോ, യു ഗോ, യു ഡോണ്ട് ഗോ, ഡു യു ഗോ, വേർ ഡു യു ഗോ, വാട്ട് ഡു യു കുക്ക്, വേർ ഡു യു ലിവ്, യു ലിവ്, വേർ ഡു യു ലിവ്. ഇതൊരു ഫോർമാറ്റാണ്. ഇങ്ങനെ ഫോർമാറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. It's going to be a wonderful experience. We are starting from the scratch. നമുക്ക് ഈ ഫണ്ടമെന്റൽ ലെവലുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഗ്രാമർ അല്ലാത്ത രീതിയിൽ പ്രാക്ടിക്കലായി പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് കോൺവെർസേഷൻ ലെവൽ നമ്മൾ സംസാരിച്ചു തുടങ്ങും. പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ. അത് കഴിഞ്ഞ് അഡ്വാൻസ് ലെവലിലേക്ക് കൂടുതൽ സംസാരിക്കുന്നതിലേക്ക്, ഉദാഹരണത്തിന് നിങ്ങളുടെ നാടിനെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കുന്ന നിലയിലേക്ക്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന രീതിയിലേക്ക്, ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്ക്, റൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് വി വിൽ മൂവ് ഓൺ ടു ദ അഡ്വാൻസ്ഡ് ലെവൽ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ മെറ്റീരിയൽസ് തരും, പ്രിന്റഡ് മെറ്റീരിയൽസ് തരും. അതുകൂടാതെ 100% സപ്പോർട്ട് ഉണ്ടാവും, പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടാവും. ഓക്കെ. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ ഓഡിയോ മെറ്റീരിയൽസ് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്മാർട്ട് ഫോണിലൂടെ ആക്സസ് ചെയ്യാനുള്ള പാസ്വേഡ് ആൻഡ് ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ടെക്നോളജിയും ഇന്നോവേഷനും അതുപോലെ സൈക്കോളജിയൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. So I'll be one of your tutors. We have a couple of other teachers as well. അതുകൊണ്ട് it is going to be a wonderful experience. ഇതൊരു സ്മോൾ ഡെമോ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു രീതി മനസ്സിലാക്കി തരാനുള്ള ഡെമോ മാത്രമാണ്. നമുക്ക് ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയം കാര്യങ്ങളും മനസ്സിലാക്കുക. Then start your journey as early as possible, because it is really a golden opportunity. You won't find such a platform anywhere else. This has been created with the sincere purpose of helping the people to master the powerful English communication. Definitely you will find it extremely useful. It's my word, and it's my word from my heart. Thank you. Thank you for your time.